പപ്പു എന്നുവരെ വിളിച്ചാക്ഷേപിച്ച രാഹുൽ ഗാന്ധിയുടെ ഒരു മധുര പ്രതികാരമാണ് ഈ ഇലക്ഷൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം പോലും 5 ലക്ഷത്തിൽ നിന്ന് 1.5 ലക്ഷത്തിലേക്ക് കുറച്ചു കൊണ്ടുവന്നെങ്കിൽ അത് രാഹുൽ ഗാന്ധി എന്ന ആ ഒരൊറ്റ മനുഷ്യന്റെ ഇച്ഛാശക്തി മാത്രമാണ്. നമസ്കാരം, ന്യൂസ് ഗ്ലോബൽ ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യ മുന്നണി ഗവൺമെന്റ് ഉണ്ടാക്കുമോ? എന്നാൽ തലസ്ഥാനത്ത് അതിനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മറ്റൊന്നുമല്ല, ഇന്ത്യ മുന്നണിക്ക് 100 താഴെ സീറ്റുകൾ മാത്രമേ കിട്ടൂ എന്നൊക്കെയുള്ള പ്രവചനങ്ങളായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങൾ മുഴുവൻ. പെയ്ഡ് ഏജൻസികളും പത്ര മാധ്യമ ചാനലുകളുമെല്ലാം ഇതുപോലെ തന്നെ ഈ പെയ്ഡ് ന്യൂസുകൾ വെച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി തകർന്നടിയും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഫീനിക്സ് പക്ഷിയെ പോലെ കോൺഗ്രസ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. രാഹുൽ ഗാന്ധി എന്ന ഒരൊറ്റ മനുഷ്യന്റെ ആ ഇച്ഛാശക്തി കൊണ്ട് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ആ നടന്നതിന്റെ പരിണിത ഫലം, ഇന്ത്യയിലെ ജനങ്ങളെ തൊട്ടറിഞ്ഞതിന്റെ പരിണിത ഫലം, മണിപ്പൂരിൽ പോയി ജനങ്ങളെ ആശ്വസിപ്പിച്ചതിന്റെ പരിണിത ഫലം, ആകെ 2 സീറ്റുകൾ മണിപ്പൂരിലുള്ളതിൽ ആ 2 സീറ്റും സ്വന്തമാക്കി കോൺഗ്രസ്. ഒറ്റയ്ക്ക് നിന്ന കോൺഗ്രസിന് 99 സീറ്റുകളും മൊത്തം മുന്നണിയിൽ 234 സീറ്റുകളും നേടാനായി. നേരത്തെ ഇന്ത്യ മുന്നണിയുടെ കൂടെ ഉണ്ടായിരുന്ന നിതീഷ് കുമാറും അവിടുന്ന് കാലുമാറിപ്പോയപ്പോൾ അവർ NDA സഖ്യകക്ഷിയുടെ ഒപ്പം ചേർന്നപ്പോൾ നിതീഷ് കുമാറിന് ഒരു മോഹം പ്രധാനമന്ത്രിയാകാൻ. അതുപോലെ രാമചന്ദ്ര ബാബു നായിഡുവിന്റെ മകനെ ഉപപ്രധാനമന്ത്രിയാക്കി ഒരു ഫോർമുല ഉണ്ടാക്കാൻ അദ്ദേഹവും ശ്രമിക്കുന്നു. ഇവരെല്ലാവർക്കും 3 ക്യാബിനറ്റ് മന്ത്രിമാരും 2 സഹമന്ത്രിമാരും പിന്നെ ബാക്കി എന്തെല്ലാം ഭരണ കാര്യങ്ങളിലുള്ള സ്ഥാനമാനങ്ങളുണ്ടോ ഇതെല്ലാം വീതിച്ചു നൽകാൻ വേണ്ടി അവർ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു. കോൺഗ്രസ് ഇതിന് ചില ഘടകങ്ങളിൽ ഇത് ശരിവെച്ചു കൊടുത്ത് നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രിയാക്കി, അതുപോലെ രാമചന്ദ്ര ബാബു നായിഡുവിന്റെ മകനെ ഉപപ്രധാനമന്ത്രിയാക്കുകയും പ്രധാനപ്പെട്ട വകുപ്പുകൾ കോൺഗ്രസ് കയ്യിൽ വെക്കുകയും ചെയ്തിട്ട് ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറെടുക്കുന്നു എന്ന് വേണം കരുതാൻ. പപ്പു എന്നുവരെ വിളിച്ചാക്ഷേപിച്ച രാഹുൽ ഗാന്ധിയുടെ ഒരു മധുര പ്രതികാരമാണ് ഈ ഇലക്ഷൻ. ജയിച്ചിട്ടും കരയ്ക്കടുക്കാതെ BJP ഉഴലുമ്പോൾ, അങ്ങ് വാരാണസിയിൽ പോലും തോൽവി രുചിച്ചറിഞ്ഞിട്ടും സ്മൃതി ഇറാനിയെ പോലുള്ള ഒരു കരുത്തുറ്റ നേതാവ്, അല്ലെങ്കിൽ സ്മൃതി ഇറാനിയെ പോലെയുള്ള ഒരു നേതാവിനെ ജനം പുറന്തള്ളി കളഞ്ഞപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം പോലും 5 ലക്ഷത്തിൽ നിന്ന് 1.5 ലക്ഷത്തിലേക്ക് കുറച്ചു കൊണ്ടുവന്നെങ്കിൽ അത് രാഹുൽ ഗാന്ധി എന്ന ആ ഒരൊറ്റ മനുഷ്യന്റെ ഇച്ഛാശക്തി മാത്രമാണ്. റായ്ബറേലിയിലും വയനാട്ടിലും ഇലക്ഷൻ നിന്നെങ്കിൽ 4 ലക്ഷത്തിലധികം വോട്ടുകൾ നേടിയാണ് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി വിജയിച്ചത്. 3.5 ലക്ഷത്തോളം വോട്ടുകൾ ഭൂരിപക്ഷം നേടിയാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി വിജയിച്ചത്. അങ്ങനെ രാഹുൽ ഗാന്ധി മാത്രമല്ല വിജയക്കൊടി പാറിച്ചത്, കേരളത്തിലെ 18 സീറ്റുകളും അതിൽ വളരെ ഉന്നതമായ വിജയം കരസ്ഥമാക്കിയ ഇടുക്കി, എറണാകുളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഇതെല്ലാം കോൺഗ്രസിന്റെ പട്ടികയിൽപ്പെടുന്നു. തമിഴ്നാട്ടിലാണെങ്കിൽ DMK സഖ്യം തൂത്തുവാരി, BJPക്ക് 1 സീറ്റുകൾ പോലുമില്ല. ഉത്തർപ്രദേശിൽ പോലും BJPക്ക് പ്രതീക്ഷിക്കാത്ത അടിയാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഇപ്പോ ഒരു മരണക്കളിക്ക് കോൺഗ്രസും തയ്യാറാകുന്നത് എന്ന് പറഞ്ഞു കേൾക്കുന്നത്. എന്താണെങ്കിലും ശരി, ഈ 17ാം ലോകസഭ പിരിച്ചുവിടാനും തന്റെ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കാനും മോദി തയ്യാറായി. രാഷ്ട്രപതിക്ക് കത്തും കൊടുത്തു. ഇനി 8-ാം തീയതി സത്യപ്രതിജ്ഞാ ചടങ്ങ് എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. പക്ഷേ 8-ാം തീയതി സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നാൽ തന്നെ എത്ര കാലം ഈ മന്ത്രിസഭ നീണ്ടു നിൽക്കും? ഇത് കൊണ്ടുപോകാൻ പറ്റുമോ?
ഈ ഘടകകക്ഷികളൊക്കെ പറയുന്ന കാര്യങ്ങൾ അവർക്ക് കൊടുക്കാൻ പറ്റുമോ? അതോ ഇന്ത്യ മുന്നണി ഒരു ഫോർമുലയിൽ കൂടി നിതീഷ് കുമാറിനെയും രാമചന്ദ്രബാബു നായിഡുവിനെയും കയ്യിലെടുത്തുകൊണ്ട് ഭരണം കൈയാളുമോ എന്ന് 1-2 ദിവസങ്ങൾക്കുള്ളിൽ കണ്ടറിയാം.